എനിക്ക് വളരെ ആശ്വാസമായിരുന്നതായ പ്രിയപ്പെട്ടവരാണ് ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവര്. മറ്റ് സഭയിൽ അനേകരുണ്ട്, എങ്കിലും ഈ ഭവനത്തിൽ പ്രിയപ്പെട്ടവരെ ആ സമയങ്ങളിലൊക്കെ അതിനുശേഷവും മുൻപ് കാണിച്ചിട്ടുള്ളതായ ആ സ്നേഹവും ബഹുമാനവും ആദരവും സഹകരണവും എല്ലാം ഒരിക്കലും അത് വിസ്മരിക്കുവാൻ കഴിയാത്ത നിലയിലുള്ളതാണ്. ചില നാളുകളായി ശരീരത്തിൽ കഷ്ടത അനുഭവിച്ചായിരുന്നു. ഞാൻ ഓരോ പറഞ്ഞ് 1-2 പ്രാവശ്യം കടന്നു വന്നു. മാതാവിനെ കണ്ടു. ഒരു പ്രാവശ്യം ഇവിടെ കടന്നു വന്ന് അത് തീരെ ആവശ്യത്തിലായിരിക്കുന്ന സമയത്തും എന്റെ ശബ്ദം കേട്ടിട്ട് യോനച്ചൻ പാസ്റ്റർ അല്ലേ എന്ന് ഞാൻ ചോദിച്ച് ഇരിക്കാൻ പറഞ്ഞ ആ നിലയിൽ ആ വളരെ ഊഷ്മളമായ നല്ല നിലയിൽ ആ തീരെ കിടക്കയിലായിരിക്കുമ്പോഴും ആ സ്നേഹ പ്രകടനങ്ങൾ ആ നിലയിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ആ മാതാവിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരിൽ ഒരാൾ ഞാനും. എന്നാൽ കർത്താവിന് സമയമായപ്പോൾ ദൈവദാസിയെ കർത്താവിന്റെ അടുക്കിലേക്ക് ദൈവം വിളിച്ച് ചേർത്തു. ലാഭകരമായ ഒന്ന് തന്നെയാണ്, ഒരിക്കലും നഷ്ടമായ ഒന്നല്ല. ലാഭം അതാണ് ജീവിതത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു ബിസിനസ്സുകാരന്റെ മൈൻഡിൽ ചിന്തിച്ചുകൊണ്ട് താൻ പറയുന്നതായ കാര്യമാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ പിൻപറ്റി കർത്താവിനെ സേവിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ മരണം എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു നഷ്ടമല്ല. മരണത്തെ കുറിച്ച് പറയുന്നത് വെറും ഉത്തമമായ ഒന്നല്ല, അത് അത്യുത്തമമാണെന്ന നിലയിലാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ദൈവം നമുക്കൊരു പ്രത്യാശ തന്നിട്ടുണ്ട്. നാമും എത്രയും വേഗത്തിൽ ആ നിത്യത്വമഹത്ത് എത്തി പ്രിയമാതാവിനെ കാണാം എന്നുള്ളതായ ആ തികഞ്ഞ പ്രത്യാശ നമ്മിലുണ്ട്. നിശ്ചയമായും നാം മറ്റുള്ളവരെ പോലെ കരഞ്ഞു വിലപിക്കുന്നവരായിട്ടല്ല, തികഞ്ഞ പ്രത്യാശയോടുകൂടെ നിലകൊള്ളുവാൻ നമുക്കിടയായി തീരട്ടെ. സക്കറിയാവ് പറയണം താല്പര്യമുണ്ടെങ്കിലും ദൈവദാസന്മാർ അനേകരുള്ളത് കൊണ്ട് ഞാനിവിടെ ചുരുക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സന്ദർഭത്തിൽ ദൈവിക പ്രത്യാശയോടെ, ദൈവിക ആശ്വാസങ്ങളോടെ, ദിവ്യ സമാധാനത്തോടെ ദൈവത്തിന് മുഖം രക്ഷിപ്പാൻ പ്രിയ മാതാവിന്റെ ദേഹവിയോഗം സംബന്ധമായി ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് നൽകപ്പെട്ട ഈ സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുശോചന വാക്കുകൾ എന്നുള്ളതിനേക്കാൾ പക്ഷെങ്കിൽ അനുസ്മരണമോ അല്ല, പ്രത്യാശയുടെ വാക്കുകളായി ഇവിടെ പ്രസ്താവിക്കപ്പെടുന്ന വാക്കുകൾ ഓരോന്നും നാം ശ്രദ്ധിപ്പാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നുകൊണ്ടിരിക്കുന്നു. പ്രതികാരം നാം ശ്രദ്ധിക്കുന്നു. കർത്താവിൽ വിശ്രമത്തിനായി വിളിച്ചു ചേർക്കപ്പെട്ട പ്രിയ മാതാവിനെ സംബന്ധിച്ച് അവസാനമായി ഇനി നമുക്ക് ചെയ്യുവാനുള്ള ശുശ്രൂഷ ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ശരീരം സംസ്കരിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ എനിക്ക് മുൻപേ പ്രസ്താവിച്ചവരൊക്കെ ഇവിടെ പറഞ്ഞതുമായുള്ള അനുഭവങ്ങൾ എനിക്ക് ഓർക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദീർഘമായി വിശദീകരിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് 1-2 വാക്കുകൾ പ്രസ്താവിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഈ ദേശവാസി തന്നെ ആയതുകൊണ്ട്, ഞങ്ങൾ ഒരേ കൂട്ടായ്മയിൽപ്പെട്ടവരായതുകൊണ്ട് എൻ്റെ ബാല്യം മുതൽ ഈ ഭവനവുമായി പരിചയപ്പെടുവാൻ, സഹകരിപ്പാൻ ഒക്കെയുള്ള അവകാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഭവനത്തിൽ പ്രിയ മക്കൾ ഒരുമിച്ച് ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുവാൻ ആത്മീയ കൂട്ടായ്മകൾ പങ്കുകൊള്ളുവാനൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമിതമായി വളരെ അടുത്ത ആത്മീയ ബന്ധം ഈ കുടുംബമായി ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ എൻ്റെ ബാല്യം മുതൽ ഇടവന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളായി ശാരീരികമായ ക്ലേശങ്ങളാൽ ഭാരപ്പെട്ട് കിടക്കയിലായിരിക്കുന്ന ആ സന്ദർഭങ്ങളിൽ ചില പല പ്രാവശ്യം കടന്നു രൂപാൻ തക്കവണ്ണം മാതാവിനെ കാണുവാൻ, പ്രാർത്ഥിക്കുവാനൊക്കെ ആഗ്രഹിച്ചു. നാം എല്ലാവരും ചെയ്തതുപോലെ ഈ വിധമായ ഒരു അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും ആരോഗ്യപരമായി സൗഖ്യമായിരിക്കുവാനുള്ള താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിന്റെ ഹിതം ഇങ്ങനെയായിരുന്നു എന്നോർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കടന്നു വരുന്ന സമയമൊക്കെയും മുൻപേ കാണുന്ന പോലെ തന്നെ വളരെ സ്നേഹപൂർവ്വമായി വാത്സല്യത്തോടുകൂടി സംസാരിക്കുവാൻ, ഇടപെടുവാൻ ഒക്കെ ഇടയായി തീർന്നു. പ്രത്യേകമായി
ഈ ദേശത്ത് നിന്ന് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയായിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്തോത്രമാവിധമായി വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സഹകരിപ്പാനുള്ള പ്രാർത്ഥിക്കുവാൻ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലുപരി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടായപ്പോഴും സ്തോത്രം വളരെ വ്യക്തമായി പ്രത്യാശയുടെ വാക്കുകളാണ് താൻ പ്രസ്താവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഈ വിധമായ ക്ലേശങ്ങളും കഷ്ടങ്ങളും വേദനകളും ആകുമ്പോൾ സാധാരണ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് നിരാശപ്പെടുകയും ഭാരപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രിയമാതാവിനെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിനെയും സമാധാനത്തിന്റെയും ആശ്വാസത്തിനെയും പ്രത്യാശയുടെയും വാക്കുകളാണ് പ്രസ്താവിക്കുവാൻ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്. ദിവസനിധാനത്തിൽ കാര്യങ്ങൾ പ്രത്യേകമായി തിരുവഴുത്തിൽ ചില ഭാഗങ്ങളൊക്കെ ദൈവദാസന്മാർ ഓർപ്പിക്കുകയുണ്ടായി. പ്രിയമാതാവിനെ പ്രതി അല്ലത് പറഞ്ഞത്, പ്രിയമാതാവിന് വേണ്ടിയല്ല, പിന്നെയോ ജീവനോട് ശേഷിച്ചിരിക്കുന്നതായ പിതാവ്, മക്കള്, അവരുടെ കുടുംബങ്ങള്, കുഞ്ഞുങ്ങള്, ഇവിടെ കൂടി വന്നിരിക്കുന്ന ജീവനുള്ള പ്രിയമുള്ളവർ ശ്രദ്ധിപ്പാനുള്ളതായ വചനങ്ങളാണ് നാം ശ്രദ്ധിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പത്രം അതുവിധമായി ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണമെങ്കിൽ അടക്കം കൊണ്ട് അവസാനിക്കുന്നില്ല. നാം ശ്രദ്ധിക്കുന്നു, അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിന് ആമേൻ പിന്നിലുള്ളതായ സംഭവം മുൻപേ ദേവദാസന്മാർ പ്രസ്താവിക്കുണ്ടായി. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാനതയുടെ ശബ്ദത്തോടും കൂടെ മേഘങ്ങൾ പ്രത്യക്ഷനാകുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച് അടക്കപ്പെട്ട വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. നിദ്ര പ്രാപിച്ചിരിക്കുന്ന, മരിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയ മാതാവിന്റെ ശരീരത്തിന്റെ സംസ്കാരത്തിന് വേണ്ടി ഉള്ള താല്പര്യത്തോടെ ക്രമീകരണങ്ങളോട് നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഈ സമയത്ത് കർത്താവ് താൻ കാഹളം മുഴക്കിയാൽ ഈ ഭവനത്തിലെ പ്രിയ മാതാവിന്റെ ശരീരം ശവസംസ്കാരം ചെയ്യേണ്ടി വരും, അടക്കം ചെയ്യേണ്ടി വരില്ല. കല്ലറയിലേക്ക് കൊണ്ടുപോകേണ്ടി വരില്ല, അടക്കം ചെയ്യേണ്ടി വരില്ല. ഈ പ്രിയമാതാവിന്റെ ശരീരം ഇവിടെ നിന്ന് രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടു വരും. സ്തോത്രം. അവർ കർത്താവിൽ ജീവിക്കുന്നവരാണ്, ക്രിസ്തുവിൽ വിശുദ്ധന്മാരായവരാണ്. അവരും രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഒരുമിച്ചായിരിക്കും. ഇല്ല, ആരെങ്കിലും അമിതമായി ക്രിസ്തുവിൽ ജനിക്കാതെ, വീണ്ടും ജനം പ്രാപിക്കാതെ, രക്ഷിക്കപ്പെടാതെ, തങ്ങളുടെ പാപങ്ങൾ മാനസാന്തരം പ്രാപിച്ച് പാപത്തോട് വിട പറഞ്ഞ് സാത്താന്യ അടിമത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്തവരുണ്ടെന്ന് വരിക. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കർത്താവിന്റെ പ്രത്യക്ഷത കാഹളധ്വനി ഒരു കണിയായി, കുടുക്കായി, ജീവിത നിരാശയ്ക്കും വേദനയ്ക്കും നിത്യ നരകത്തിനും അവകാശത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതായിരിക്കും. ആ അവകാശം വേർതിരിച്ചു വന്ന ചുമലപ്പെട്ട പ്രിയമുള്ളവരുടെ കുടുംബാംഗങ്ങളോട് നന്ദി അറിയിച്ചുകൊണ്ട് പ്രത്യേകമായി തുടർന്നും ഈ ഭവനത്തെ പ്രിയ പിതാവിനെ, മക്കളെ, കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാ പ്രിയമുള്ളവരെയും, പ്രിയമാതാവരോട് ബന്ധപ്പെട്ട എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിത്യാശ്വാസങ്ങളെ കർത്താവ് നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്തോത്രം. എന്റെയും കുടുംബത്തിന്റെയും സൂക്ഷിക്കുന്ന ഈ കൂട്ടായ്മയുടേതുമായ എല്ലാവിധമായ അനുശോചനങ്ങൾ പ്രത്യേകമായി എന്റെ മാതാപിതാക്കളുടെയും കുടിവറമേൽ കുടുംബത്തിന്റെയും എല്ലാവിധമായ അനുശോചനങ്ങളും വാക്കുകളും അറിയിച്ചുകൊണ്ട് പ്രാർത്ഥന ഉറപ്പ് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകും. വീണ്ടും അനുസ്മരണങ്ങൾക്കുള്ള സമയമാണ്. എന്നാൽ വളരെ കൃത്യമായി നമുക്ക് സമയം പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാര്യം സംസാരം നമ്മൾ ചിന്തിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇനിയും ചിലരുടെ പേര് ഞാനിപ്പോൾ ഇവിടെ വായിക്കാം. ആ പ്രിയപ്പെട്ടവര് ആ നിലയിൽ ആ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കുമനാട് AG സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ എബ്രഹാം, പിന്നെ അതുപോലെ തന്നെ ശേഷമായിട്ട് KM സ്കറിയ പാസ്റ്റർ ആയിരിക്കുന്ന ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്ക് വലിയവനായ ദൈവത്തിൻ്റെ സർവാശ്വാസവും സമാധാനവും ദൈവം പകരുമാറാകട്ടെ. ഈ പ്രിയ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശീകരണത്തിന് മുൻപായി തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ നിർത്തിയിട്ട് ഇരു കാര്യങ്ങൾ ഉയർത്തി അവർക്ക് കൊടുത്തേച്ചു പോയത് ഒന്ന് ഇപ്രകാരമാണ്. യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നതുപോലെയല്ല, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ദൈവത്തിന്റെ നിത്യമായ സമാധാനത്താൽ ഇന്നു മുതൽ ഈ കുടുംബത്തിലെ പ്രിയപ്രകൃതിയും നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവികമായ ദൂതുകളെ, അനുസ്മരണ സന്ദേശങ്ങളെ നമ്മെ വളരെ മണിക്കൂറുകളായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സർവ വ്യാപകമാണ്. എല്ലാ വീട്ടിലും എല്ലാവർക്കും മരണമുണ്ട്. എന്നാൽ മരണത്തിനെ കുറിച്ചുള്ള വളരെ പ്രാധാന്യത, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ശരീരം ആര് അടക്കുന്നു എന്നോ എവിടെ സംസ്കരിക്കപ്പെടുന്നു എന്നുള്ളതിനല്ല പ്രാധാന്യത, ആ വ്യക്തിയുടെ ആത്മാവ് എവിടെ പോകുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യത. ഈ പ്രിയ മാതാവ്
ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനപ്രകാരം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാനും ദൈവത്തിന്റെ വാക്യത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാനും വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാനും സത്യത്തിലും നല്ല ഭാഗ്യപദവി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോബ് ഇപ്രകാരമാണ് പറയപ്പെടുന്നത്: പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ പിന്നെ എവിടെ? മനുഷ്യന്റെ മരണാനന്തര ഭാവിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ലോകത്തിലെ ഏക പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ്. തിരുവചനം വായിച്ചിട്ടുള്ളവർക്കും ധ്യാനിച്ചിട്ടുള്ളതും അതിൻ്റെതായ ദൂത് കേട്ടിട്ടുള്ളവർക്കും ആ കാര്യം വ്യക്തമായിട്ട് അറിയാവുന്നല്ലോ. പുസ്തകം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഞാൻ സ്വർഗത്തിൽ തന്നെ ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ദൈവനാമമഹത്വത്തിനായി ചെയ്ത എല്ലാ വിഷയങ്ങളും പ്രതിഫല വിഭജന ദിവസത്തിലായി തന്നെ പിന്തുടരുക തന്നെ ചെയ്യുമെന്ന് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പറയുന്നു. ദൈവത്തിന്റെ ദാസനായ ചേർത്തുകൊള്ളുവാൻ ദൈവത്തിന് പ്രസാദമായി. ദാസിയുടെ വേർപാട് വാസ്തവത്തിൽ ഈ കുടുംബത്തിലുണ്ടായ എല്ലാവർക്കും അതിയായ ദുഃഖമുണ്ട്. അതുകൊണ്ട് തന്നെ സഭയും വളരെയും ദുഃഖത്തിലാഴ്ത്തിയായ ഒരു വിഷയമാണ് ഇതെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവ് തന്നെ ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മളെ വിട്ട് കടന്നുപോയ കർത്താവിന്റെ ദാസിയെ സംബന്ധിച്ചോളം ശാരീരികമായി നോക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ്. സംബന്ധിച്ചോളം ഭാഗ്യവതിയാണ്. ആത്മീയമായ നിലവാരത്തിൽ നോക്കുമ്പോൾ നാടുകൾക്ക് മുമ്പേ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം സ്വീകരിക്കുകയും അവന്റെ കൽപ്പന അനുസരിക്കുകയും അവന്റെ എതിർപ്രകാരം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തായ ഒരു ദാസിയാണ്. ദാസിയുടെ നല്ല മാതൃക കണ്ടിട്ട് ആ കുടുംബത്തിൽപ്പെടായ പലരും ദൈവകൃപയിലേക്ക് കടന്നു പോകാൻ മുഖാന്തരമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. ഭൗമികമായ നിലവാരത്തിൽ നോക്കുമ്പോൾ ദൈവം ദാസിക്ക് അനുഗ്രഹപ്പെട്ട ഭർത്താവിനെ കൊടുത്തു. അനുഗ്രഹപ്പെടായ തലമുറയെ ദൈവം നൽകി. തലമുറയെ മാത്രമല്ല കൊച്ചുമക്കളെയും നൽകി. അവിടെ നന്മകൾ അനുഭവിക്കുവാനും അതിലൂടെ സന്തോഷം അനുഭവിക്കുവാൻ തന്നെ മകൾക്ക് ഇടയായിട്ടുണ്ട്. ഒക്കെ കാണുവാൻ തന്നെ ദാസിക്ക് ഇടയായി. മകൻ കർത്താവിന് വരികയാണല്ലോ. ദൈവത്തിന് വന്ന് പഠിച്ച് ഇപ്പോൾ നോർത്തിലെ കർത്താവിന് വലുതായിരിക്കും. ഇതൊക്കെ കാണുവാനുള്ള ഭാഗ്യം ദാസിക്ക് നൽകി. അവസാനമായി ചില ആഴ്ചകളായി ചില മാസങ്ങളായി രോഗസംബന്ധമായി കിടക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് പലർക്കും അറിയാം. അപ്പോൾ ദൈവത്തിന് അതിനെ ചേർത്തുകൊണ്ടു എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നുവെന്ന് അവരത് വായിക്കുന്നുള്ളൂ. തനിക്ക് ഏതൊരു വ്യക്തിയാണ് വിളിക്കുന്നത് ആ വ്യക്തിയെ തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വിളിക്കും. എന്നാൽ ദാസിയുടെ അന്ത്യ സമയം വാസ്തവത്തില് ഈ കിടക്കയിലായിരിക്കുമ്പോൾ പലരും ദുരിതം അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. തന്റെ മക്കളെ ശുശ്രൂഷിച്ചു. വെള്ളിക്കുട്ടിയെ ഒരിക്കലും മറക്കാവുന്നതല്ല. ഈ രോഗക്കിടക്കയിൽ വന്ന് വേണ്ട എല്ലാ ശുശ്രൂഷകളും അതാത് സമയത്ത് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഞാൻ ദീർഘസാക്ഷിയാണ്. ഞാനുണ്ട്. എന്നാൽ കൂടെ കൂടെ അദ്ദേഹമായി ഫോണിൽ കൂടെ ബന്ധപ്പെട്ടുകൊണ്ട് അവസാനമായി സംസാരിക്കുമ്പോൾ അവസാന വാക്കുകളാണ് പറയാൻ ഇങ്ങനെയാണ്: നിന്റെ നിത്യതയ്ക്ക് വേണ്ടി നീ കരുതിക്കൊള്ളുക, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കൊള്ളുക, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. എത്ര പ്രത്യാശകരമായ വാക്കുകളാണത്. അവസാനമായി ഏഴെ മകനോട് പറഞ്ഞ വാക്കാണത്. ആ നിത്യമായ ഭവനത്തിലേക്ക് ദാസി കടന്നുപോയി. ഇനി ഈ ദാസിയെ നമുക്ക് കാണുമെങ്കിൽ ആ നിത്യ ദുർബോധത്തെ വെച്ച് മാത്രമേ കാണുവാൻ കഴിയുള്ളൂ. ദാസിയെ സംബന്ധിച്ചോളം ഒരു കാര്യം പൂർണ്ണമായി വിശ്വസിക്കുന്നു: കർത്താവിന് വേണ്ടി നല്ല പോർന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം പ്രാപിപ്പാനായി ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്നു. ആകയാൽ ഇങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്നതായ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. കാര്യം എത്രമാത്രം ഉള്ള കാര്യം ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയിട്ടുള്ളവനാണ്. അതുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്നവരെ ആസ്വദിക്കുവാൻ ഞാൻ ആർപ്പത്തെ പറഞ്ഞതുപോലെ എന്റെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. അതെ, ദേവകുട്ടിയെ കുടുംബത്തെയും ജെയിംസിന്റെ കുടുംബത്തെയും ലില്ലിക്കുട്ടിയെ കുടുംബത്തെയും റോസിന്റെ കുടുംബത്തെയും ഒക്കെ കർത്താവ് തന്റെ വചനത്താൽ ആശ്വസിപ്പിക്കട്ടെ, സമാധാനപ്പെടുത്തട്ടെ. ആ വചനത്തിലൂടെ അവർ ആശ്വാസം കണ്ടെത്തുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം
പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള സമയങ്ങളിലും അവതരണത്തിൽ കൂടി ആശ്വാസം പ്രാപിക്കുവാൻ തന്റെ മക്കൾക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്നതായ നല്ല പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ ഒരിക്കലും പ്രത്യാശയില്ലാത്തവരായിട്ടില്ല, പ്രത്യാശയുള്ളവരായി തന്നെ നാം മുന്നോട്ട് പോകണം. ഇത്തരത്തില് ഞാൻ നിങ്ങളുടെ പറഞ്ഞ വാക്കുകൾ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. തൃശ്ശൂരിലായ ഒരു ഡോക്ടറുടെ കുടുംബം, അവിടെയായ വീട്ടിൽ നായികി ഡോക്ടറാണ്, നായകൻ ഡോക്ടറാണ്, അവിടെ ഒരു മകനുണ്ട്, ആ മകൻ ഡോക്ടർ. അതെ, അവിടുത്തെ നായകൻ അങ്കമാലിയിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഭാര്യ മദ്രാസിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അമ്മ അതായത് മദ്രാസിൽ മാതാവ് പിടിച്ച് മകനോട് പറഞ്ഞു, മകനെ ക്രിസ്മസ് ദിവസമായാലോ അവിടെ നമുക്ക് 3 പേർക്കൊന്ന് ഘോഷിക്കണം, ആഘോഷിക്കണം. അവിടെ നീ ഞാൻ വരുമ്പോൾ അതിനുള്ള കേക്ക് മറ്റും വാങ്ങിച്ചു വെക്കുക, ഞാൻ സമയത്ത് അവിടെ എത്തുന്നതായിരിക്കും, ഞാനും എന്റെ ഭർത്താവ് അവിടെ എത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ആ വാർത്ത കേട്ടോണ്ടേ മകൻ ബൈക്ക് എടുത്തു, മാർക്കറ്റ് ചെന്നു, കേക്ക് മറ്റും വാങ്ങിച്ചു. തിരികെ വരുമ്പോൾ ഒട്ടക്കെ തട്ടി ആ സ്പോട്ടിൽ എത്താൻ മരിച്ചു. മാതാവ് പിതാവ് പറഞ്ഞു, പിതാവ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക്. മാതാവ് പെട്ടെന്ന് സ്ഥലത്തെത്തി, കാരണം ആശ്വസിപ്പിക്കുവാൻ പലരും വന്നു. ഈ അവസരത്തിൽ പിതാവ് വരുവരായിരുന്നു, പക്ഷേ പിതാവിന് വളരെ അത്യാവശ്യത്തിലേക്കായി പെട്ടെന്ന് ഹോസ്പിറ്റലാക്കി ഐസിയുമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ 2-3 ദിവസമായിട്ടും അദ്ദേഹത്തിന് ആശ്വാസം കണ്ടെത്തുന്നില്ല. ഏതായാലും മകനെ അങ്ങനെ ചൂണ്ടിക്കാൻ പറ്റില്ലല്ലോ, മകനെ അവർ അടക്കി. ചെല്ലാതിരിക്കുന്ന മോശമാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ ചെല്ലാം എന്ന് വിചാരിച്ചിട്ട് ആ വീട്ടിലേക്ക് പോയി. മെയിൻ ഗേറ്റ് തുറന്നപ്പോൾ ഈ ലേഡി ഡോക്ടർ സീറ്റ് ഔട്ട് കസർ ഇരിക്കുകയാണ്. അതേ പഴയ പുരോഹിതൻ വരുമ്പോൾ നടന്നപ്പോൾ ആ ഡോക്ടർ അവിടെ എഴുന്നേറ്റു, അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛനെ ഗേറ്റ് തുറന്ന് കയറുകയാണ്. അച്ഛന്റെ കൈക്ക് പിടിച്ചു, അടിച്ചിട്ട് അച്ഛന് പറയാണ്, അച്ഛോ, അച്ഛൻ എന്തിനാണ് ഇവിടെ വന്നത് എനിക്കറിയാം, എന്നെ ആശ്വസിപ്പിക്കുവാൻ, എന്നെ സമാധാനപ്പെടുത്തുവാനാണ് കടന്നു വന്നത് എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ഒരു കാര്യം അച്ഛോ ഞാൻ പറയട്ടെ, എന്റെ ഭർത്താവും എന്റെ ഏക മകനും പോയിരിക്കുന്നവരുടെ കാണുന്നത് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അതേ എന്റെ ദൈവസന്നിധിയില് അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. താമസമില്ല, ഞാൻ ഈ ലോകത്തോട് യാത്ര പറയും. ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ആ നിത്യയുടെ തുറമുഖത്ത് എന്റെ ഭർത്താവിനെയും എന്റെ മകനെയും ഞാൻ കാണും. ആ വാക്ക് ഈ പുരോഹിതൻ കേട്ട് അതിശയിച്ചു പോയി. യാത്ര പറയുമ്പോൾ ആ നിത്യയുടെ തുറമുഖത്ത് വെച്ച് നമുക്ക് സ്തോത്രം കാണാം എന്നുള്ള പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയട്ടെ. ഈ പ്രത്യാശയിലാപ്പെട്ടവരേക്കും കർത്താവ് ആശ്വാസവും സമാധാനവും ഉറപ്പും ധൈര്യം കൊടുക്കട്ടെ. ഈ തരത്തിൽ എന്റെയും എന്റെ കടയോട്ട് കുടുംബത്തിന്റെയും ഞാൻ ഇപ്പോൾ സൂക്ഷിക്കുന്നതായ മുണ്ടോട്ടങ്ങൾ അസംസ കൂടിന്റെയും സഭയിലുള്ള എല്ലാ വിശ്വാസികളുടെയും അനുശോചനം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. മാറ്റമില്ലാത്ത നാമം രൂപപ്പെടട്ടെ. ഈ കുടുംബത്തെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഐപുണ്യ കുടുംബത്തിന്റെ വകയായിട്ടുള്ള അനുശോചനം അറിയിക്കുക എന്നുള്ളതാണ് നിക്ഷിപ്തമായിരിക്കുന്ന കടമ. ഈ കുടുംബവും ഞാനുമായിട്ട് വളരെയധികം ബന്ധങ്ങൾ വർഷങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതാണ്ട് 52 വർഷങ്ങൾക്ക് മുൻപ് കുടിക്കായലിന് ഇവിടെ വരുമ്പോൾ എൻ്റെ ഒരു മൂത്ത സഹോദരിയെ പോലെ എന്നെ സ്നേഹിക്കുകയും കരുതുകയും പെങ്ങളെ ഐപുണ്യ കുടുംബത്തിൽ നിന്നും പ്രാക്കയിലേക്ക് വാങ്ങാൻ കഴിച്ചുവെങ്കിലും ഐപുണ്യ കുടുംബത്തോടുള്ള സ്നേഹവും കടപ്പാടും പെങ്ങളിൽ നിന്നും പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഐപുണ്യ കുടുംബം നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഈ തരുണത്തില് സമയപരിമിതി നിമിത്തം ഞാൻ കൂടുതലായിട്ടൊന്നും വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഐപുണ്യ കുടുംബത്തെ കുറിച്ച് പലരും വന്നിട്ടുണ്ട്. ആ ഐപുണ്യ കുടുംബത്തിന് ഈ പെങ്ങളുടെ വേർപാടിൽ അഗാധമായ ദുഃഖമുണ്ട്. ആ കുടുംബത്തോടൊപ്പം ഞങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിൽ യഹോവയ്ക്ക് വിലയേറിയതായ ഒരു സംഭവം ഈ പ്രിയ ഭവനത്തിൽ ഉണ്ടാകുവാനിടയായി. വിലയേറിയതായ ഒരു കാര്യം. ഈ പ്രിയ ഭവനവുമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ 20 വർഷക്കാലമായിട്ടുള്ള ഒരു അനുഗ്രഹീത ബന്ധമാണ് ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയത്. എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ സാബു വിവാഹം കഴിച്ചിരിക്കുന്നത് പ്രിയമകൾ റോസമ്മയാണ്. ഇതിനൊക്കെ ഉപരിയായിട്ട് എനിക്ക് പ്രശംസിക്കാനും സന്തോഷിക്കാനും ഉള്ളത്
ഒരു അനുഗ്രഹീത മിഷണറി കുടുംബം, പടിപടിയായി ക്രമാനുക്രമമായി ദൈവം ഉയർത്തിയെടുത്ത ഒരു കുടുംബം. കുഞ്ഞുങ്ങളെയൊക്കെയും കർത്താവ് തന്റെ സത്യത്തിന്റെ പാതയിൽ വഴി നടത്തുവാൻ തക്കണം ഈ പ്രിയ മാതാവും പിതാവും ശ്രമിക്കുകയും അപ്രകാരം കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു പ്രേക്ഷിത കുടുംബമായി കാണുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട ഡോക്ടർ ബാബു ജോർജ് അവർകളും ഞങ്ങളും ഒന്നിച്ച് അല്പസമയം ഈ പ്രിയ ഭവനത്തിൽ പ്രിയ മാതാവിനോടുകൂടെ ആയിരിക്കാൻ ഇടയായി. വളരെ പ്രത്യാശ ഉള്ളതായ വാക്കുകൾ കേൾക്കുവാനും ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇടയായി. സമയച്ചുരുക്കത്താൽ അധികമൊന്നും സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ അധികമായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അമ്മച്ചി മരിക്കുന്ന അന്ന് രാത്രികാലം ഞാൻ മദ്രാസിലായിരിക്കുമ്പോൾ അവിടെ ഉപവാസം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പ്രകാരം പ്രിയ കുഞ്ഞമ്മച്ചി ദൈവം കൊടുത്തതായ ശുശ്രൂഷ തികച്ച് പ്രിയന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവം തന്നതായ നൽകിയതായ മനുഷ്യായുസ്സിൽ 76 വർഷങ്ങൾ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നൽകിയതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. തിരുവചനത്തിൽ വായിക്കുന്ന പ്രകാരം അനേകരെ നീതിയിലേക്ക് കർത്താവിലേക്ക് നയിച്ചതായ ഒരു മാതാവായിരുന്നു പ്രിയ കുഞ്ഞമ്മച്ചി. കർത്താവ് കൊടുത്തതായ ആ ശുശ്രൂഷ അവസാന നിമിഷം വരെയും ചെയ്ത് തികയ്ക്കുവാനുള്ളതായ ഒരു വലിയ ഭാഗ്യമാണ് ദൈവം പ്രിയ മാതാവിന് നൽകിയത്. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠതയുടെ ഭവനം എന്നുള്ളതായ നിലയിൽ ഈ ഭവനത്തിൽ എല്ലാ കാര്യങ്ങളിൽ ഏർപ്പെടുവാനും പങ്കെടുക്കുവാനും ഇടയായിട്ടുള്ള നല്ല കാലങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. 1977 ജൂൺ മാസം 8-ാം തീയതി രാത്രി ഇവിടെ ഒരു കോട്ടേജ് മീറ്റിംഗ് നടക്കുന്നതായ സമയത്ത് ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും ആത്മീയ കാര്യങ്ങളിൽ ഒരു കൈത്താങ്ങലായി എല്ലാ രംഗത്തും ആത്മീയ വിഷയങ്ങളിൽ എനിക്കൊരു പ്രോത്സാഹനമായി നിന്നതായ മാതാവായിരുന്നു പ്രിയ കുഞ്ഞമ്മച്ചി. തന്നെ വിവിധങ്ങളാകുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധികളെ വകവയ്ക്കാതെ പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ കർത്താവിന് വേണ്ടി ഓടി ഓട്ടം തികച്ച പ്രിയ മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മരിക്കുന്നതിന്റെ ചില മണിക്കൂറിൽ കാണണമെന്ന് പ്രത്യേക അവരോട് പറയുവാൻ ഇടയായി തീർന്നു. അത് കർത്താവിന്റെ സന്നിധിയിൽ പ്രിയം വെച്ചതായ കർത്താവിന്റെ സന്നിധിയിൽ സ്വർഗോന്നതങ്ങളിൽ പ്രിയ മാതാവ് വിശ്രമിക്കുന്നത് ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കണ്ണുനീരില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, കഷ്ടങ്ങളില്ലാത്ത ഇമ്പങ്ങളുടെ പരദീസയിൽ പ്രിയ മാതാവ് വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരെയും മഹാന്മാരാക്കി തീർത്തതിന്റെ പിന്നിൽ പ്രാർത്ഥിച്ച പ്രയത്നിച്ച ഒരുപാട് സ്ത്രീരത്നങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനിടയായി തീരും. ആ നിലയിൽ അനേകരെ കർത്താവിലേക്ക് നയിച്ച, അനേകരുടെ വിടുതലിനായി പ്രാർത്ഥിച്ച ഒരു സ്ത്രീരത്നമായിരുന്നു പ്രിയ കുഞ്ഞമ്മച്ചി എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പറയുവാൻ ആ വികാരങ്ങളും ധരിക്കുമ്പോൾ പ്രിയന്റെ വരവെങ്കിൽ കർത്താവിന്റെ വിശുദ്ധന്മാർ അക്ഷരാ ഉയർക്കുന്നതായ സുപ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രിയ മാതാവിനെ മുഖാമുഖമായി കണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കാം. ഇളംകുഴി ഭവനത്തിന്റെയും എന്റേതായ ഭവനത്തിന്റെയും ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നതായ ആനിക്കാട് ന്യൂ ലൈഫ് AG അസംബ്ലി സഭയുടെയും പ്രത്യേകമുള്ളതായ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കുവാൻ. 1980 ജൂലൈ മാസം 31-ാം തീയതി മുതൽ ഈ ഭവനത്തിന്റെ അംഗമായി ഞാനായിരിക്കുകയാണ്. എൻ്റെ മുമ്പ് പറഞ്ഞത് എൻ്റെ അടയാണ് വാത്സല്യ മാതാവിൻ്റെ അനുജത്തിയുടെ മൂത്ത മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് പറഞ്ഞതായ പ്രിയ തിരുക്കുടിച്ചാലിനെ പുറത്തു നിന്ന് റോസമ്മയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എൻ്റെ ഫാദറിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകനാണ്. അങ്ങനെ ഈ കുടുംബമായിട്ട് ഞങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഞാൻ 1980 മുതൽ ഈ ഭവനത്തിൽ കടന്നു വരുമ്പോഴൊക്കെയും വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ
എന്നെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രിയ മാതാവായിരുന്നു. ഞാൻ ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ പലപ്പോഴും അവരെക്കുറിച്ച് പുകഴ്ചകൾ പറയുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ പതിവാണ്. അതിൽ ഞാൻ ഒട്ടും വിശ്വസിക്കുന്നതല്ല. എന്നാൽ ഇന്ന് പലരും ഈ മാതാവിനെ കുറിച്ച് പറഞ്ഞ വാക്യം തീർച്ചയായിട്ടും ഈ പ്രിയ മാതാവിന് അർഹയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എനിക്കും ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് മണിക്കൂറായിട്ട് അക്ഷരങ്ങളോടെ കേട്ടിരിക്കുന്നവരുടെ ഭാഗ്യം പരീക്ഷിക്കുന്നില്ല. എനിക്കും പറഞ്ഞ വാക്യം ഒരു ഭാഷയോടെ വായിക്കട്ടെ. ഞാൻ നല്ലപോലെ ഒരു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഒരു നീതിയുടെ മെയ്ക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുടെ രാജാവ് കർത്താവ് ആ ദിവസം എനിക്ക് നൽകും. ആ പ്രത്യാശയോടുകൂടി ഈ മാതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു, തനിക്ക് ഇങ്ങോട്ടുള്ള പ്രതീക്ഷയിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ളത് വിശ്വസിക്കുമ്പോൾ അടുത്ത വാക്യമാണ് ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക്, ഈ ദേശവാസികൾക്ക്, ബന്ധുക്കൾക്ക്, സ്വന്തക്കാർക്ക്, പിന്തുണകൾ കേട്ടു പറയാനുള്ള അടുത്ത വാക്യമാണ് ഞങ്ങൾക്ക് ആശ്വാസമായി പറയാനുള്ളത്. അത് കേൾക്കുവാനും അതിനെ ആശ്വസിക്കുവാനാണ് ഈ ദേവദാസനോട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്രകാരമാണ് എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. ഇന്ന് ഞാൻ പറയട്ടെ, അവന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ മാത്രമേ ഈ മാതാവിനോട് കൂടി ഇപ്പൊ പ്രതീക്ഷയിൽ ആ സുവർണാവസരം ഏറ്റുവാങ്ങാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. നമ്മൾ തമ്മിൽ തമ്മിൽ ആശ്വാസം പറയുവാൻ ഉള്ളപ്പോൾ തന്നെ ഈ പ്രിയ മാതാവിനെ അനുസരിക്കണമെങ്കിൽ, ആ പ്രിയ മാതാവ് കടന്നുപോയ സ്ഥലത്തെ കടന്നു പോകണമെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേക പിഞ്ച് തലമുറയോട് വിളിച്ചു പറയട്ടെ, ആ മാതാവ് പ്രിയം വെച്ചിരിക്കുന്ന കർത്താവിൽ ചേരുവാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി ജീവിക്കണം. ജീവിക്കുന്നത് മാത്രമേ ആ മാതാവ് ഉള്ളാസോടെ കാണാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ നിത്യമായി മാതാവിനെ കാണുന്ന സുന്ദരത്തിന് വേണ്ടി കാത്തിരിക്കാം. നമ്മളെ തന്നെ ഒരുക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവിടെ എന്റെ ഭാര്യയും മക്കളും മസ്കറ്റായിരിക്കുന്നു. എനിക്ക് ഈ മാതാവിനോട് അതിയായ സ്നേഹ നിമിത്തമാണ് ഞാൻ ഉച്ചയ്ക്ക് കടന്നു വന്നത്. ഇന്ന് രാത്രി തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. എന്നാലും ഞങ്ങളുടെ കുടുംബത്തിന് എന്റെ വൈഫും വളരെയധികം ദുഃഖത്തിൽ ആയിരിക്കുന്നു. കടന്നു വരാൻ സാധിച്ചില്ല. അവരെ ആശ്വസിപ്പാൻ പ്രിയമായിട്ടുള്ള എന്റെ സഹോദരങ്ങളെയും പ്രിയ പിതാവിനെ കഴിഞ്ഞ ദിവസം വളരെ ദുഃഖത്തോടെ കാണുകയുണ്ടായി. എന്നാൽ എത്ര സമാധാനത്തോടെ കർത്താവ് കൊടുത്ത ആഗ്രഹത്തിൽ സ്തുതിക്കുന്നു. അടികൾ മറ്റു പ്രാർത്ഥന മേടിച്ചുകൊണ്ട് സഹായത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വിഷയങ്ങളും എല്ലാവരുടെയും കാര്യങ്ങളും ഉത്സാഹത്തോടെ സന്തോഷത്തോടെ സഹകരിക്കുകയും എല്ലാ കാര്യങ്ങളും മുന്നിൽ നിൽക്കുകയും ചെയ്യുമായിരുന്ന ഈ മാതാവ് മുന്നേർ വിട്ടുപോയിരിക്കുകയാണ്. സമയത്തിലൂടെ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ പ്രത്യേകിച്ച് എന്നോട് വ്യക്തിയ സ്നേഹം ഉണ്ടായിരുന്നു. 28 നടന്നാണെന്ന് പറയും. വിട്ടുപിരിക്കുക കുടുംബത്തിലുള്ള എല്ലാവരോടും പ്രതികരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളോടും ഞാനോടും എല്ലാ ബന്ധുമിത്രാദികളോടും മനുഷ്യ സമയത്ത് ഞാൻ അറിയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ജേക്കബ് ജോൺ ഉണ്ടെങ്കിൽ വരാം. വളരെ പരിശുദ്ധമായി ലഭിച്ച ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നിന്ന് വിവാഹം കഴിച്ചിരിക്കുന്ന സഹോദരൻ സാബുവും കുടുംബവും ഞങ്ങളോടൊപ്പം സൗദി അറേബ്യയിലാണ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്തിക്കൊണ്ട് 7 ദിവസങ്ങളിലായിരിക്കാൻ ദൈവം സഹായിച്ചു. വൃക്ഷത്തെ ഫലം കൊണ്ടാണല്ലോ തിരിച്ചറിയുന്നത്. ഈ കുടുംബത്തിലെ മകൾ പ്രിയ റോസ് മാമ ഞങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിക്കുകയും
അവർ കുടുംബമായിട്ട് അവിടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ 2 ദിവസങ്ങളിൽ ദൈവം സഹായിച്ചുകൊണ്ടിരുന്നു. ഈ മാതാവിനെ കാണുന്നത് ഇപ്പോൾ മാത്രമാണ് എങ്കിലും മാതാവിനെ കുറിച്ചും ഇവിടെയുള്ള പ്രിയപിതാവിനെ കുറിച്ചും പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെ വളരെ അറിയുവാനും അവരെ ഓർത്ത് പ്രാർത്ഥനയിൽ കഴിഞ്ഞ ദിവസങ്ങളായിരിക്കാനും ഞങ്ങളെ കുടുംബമായിട്ടും അവിടെയുള്ള ഞങ്ങളുടെ സഭയും ദൈവം സഹായിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ സഭയുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും അവരുടെ പ്രശ്നങ്ങളിൽ അന്യോന്യം പ്രാർത്ഥനകൾ ഓർക്കുന്നവരാണ്. ആ നിലയിൽ ഈ കുടുംബത്തെ വളരെയധികം പ്രാർത്ഥനകൾ ഓർക്കുവാൻ, ഈ മാതാവിനെ പ്രാർത്ഥനകൾ ഓർക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നു. ഈ പ്രത്യേക സമയത്ത് ഇവിടെ ആയിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം വളരെയധികം ദൈവത്തിന്റെ വചനം കേൾക്കുകയുണ്ടായല്ലോ. വിട്ടുപറ്റി ക്രിസ്തുവിനൂടെ ആയിരിക്കുന്നത് അത്യുത്തമമായിരിക്കുന്ന അവസ്ഥയാണ്. ശ്രേഷ്ഠകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പ്രിയ മാതാവിനെ ചേർക്കുവാൻ തക്കവണ്ണം ദൈവം പ്രസാദിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലോകത്തിൽ താൻ അനുഭവിച്ച കഷ്ടതകൾ നമുക്ക് വിമുക്തമായി കണ്ണീരില്ലാത്തതായിരിക്കുന്ന, ദുഃഖമില്ലാത്തതായിരിക്കുന്ന, മുറവിളിയില്ലായിരിക്കുന്നതായിരിക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് നാം ചേർക്കപ്പെടുവാൻ തക്കവണ്ണം പ്രിയമാതാവിനെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിശ്വാസികളും സ്വപ്നം കാണുന്നതാണ് സ്വർഗം എന്നുള്ളത്. ആ സ്വർഗീയ ഭവനത്തിലേക്ക് ചേർക്കപ്പെടുന്നത് ഒരു വിശ്വാസ സമൂഹത്തോട് മഹത്തരമായിരിക്കുന്ന ശ്രേഷ്ഠകരമായിരിക്കുന്ന അനുഭവമാണ്. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമേറിയതായിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നുപോയിരിക്കുന്ന ഈ മാതാവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തന്റെ പാതകളെ പിന്തുടരുവാൻ തക്കവണ്ണം ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം സഹായിക്കുമാറാകട്ടെ. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയത്ത് റഹിമായിലുള്ളതായിരിക്കുന്ന ദൈവജനത്തിന്റെ അനുശോചനവും ഞാൻ ഇവിടെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. തുടർന്ന് ഈ സ്ഥലത്ത് MLA ആയിരിക്കുന്നു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ മാതാവിനോട് നമ്മൾ യാത്ര പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീ ദേവിച്ചൻ്റെ മാതാവ് എന്നുള്ള നിലയിൽ ഈ പ്രദേശത്ത് എല്ലാ ജനങ്ങൾക്കും പ്രിയങ്കരിയായ ഒരാളായിരുന്നു എന്ന കാര്യം ഞാൻ പ്രത്യേകമായി അറിയുന്നു. ഈ കുടുംബത്തിലെ എല്ലാ ആളുകളുടെയും മാതാവ് എന്ന സ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെ ജീവിക്കുവാനും അത്തരത്തിലുള്ള ബഹുമാനം ആർജിക്കുവാനും ആദരവ് പിടിച്ചുപറ്റുവാനും ആ മാതാവിന് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ആ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായി കഴിയുന്ന എല്ലാ ബന്ധുജനങ്ങളുടെയും മിത്രങ്ങളുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അവരുടെ ദുഃഖത്തിന് അയവ് വരുത്തുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അനുശോചനം ഞാൻ അറിയിക്കുക. വളരെ നന്ദി. സഹോദരങ്ങൾ ഇന്ന് ദുഃഖത്തിലാണ്. ബഹുമാന്യനായ ശ്രീ ബേബിച്ചൻ്റെ മാതാവ് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യ MLA സൂചിപ്പിച്ച മാതിരി നമുക്കൊക്കെ വളരെയധികം ബഹുമാന്യയും വേണ്ടപ്പെട്ടതുമായ വ്യക്തിയായിരുന്നു. വ്യക്തിപരമായി എനിക്ക് വളരെയധികം അടുപ്പമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞത്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഈ വാർഡിനെ പ്രതിനിധീകരിക്കാൻ എൻ്റെ പാർട്ടി എനിക്കൊരു അവസരം തന്നപ്പോൾ, ഇവിടെ സ്ഥാനാർത്ഥിയായി ഞാൻ വന്നപ്പോൾ എൻ്റെ തലയിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത മാതാവാണ് ഇന്ന് നമ്മെ വിട്ടുപോകുന്നത്. അപ്പോൾ ബേബിച്ചേനും ഈ കുടുംബവുമായിട്ടുള്ള എൻ്റെ ബന്ധം വളരെ വലുതാണ്. ബേബിച്ചൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുമുള്ള ദുഃഖത്തിലും വേദനയിലും ഞാനും പങ്കുചേരുന്നു. സർവശക്തനായ ജഗദീശൻ ഈ വേർപാടിൻ്റെ ദുഃഖത്തിൽ അതിജീവിക്കാൻ അവർക്ക് എല്ലാവിധമായ ശക്തിയും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ അവസരത്തിൽ വേർപെട്ട മാതാവിനെ സ്വർഗത്തിൽ വെച്ച് കാണുന്നതിനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിനും കൂടിക്കാഴ്ച നടത്തുന്നതിനും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാനും പങ്കുചേർന്നു. അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് അവരെ സ്വർഗത്തിൽ ദൈവദാസനോടൊപ്പം എത്തിക്കുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. തോന്നിയാമല അസംബ്ലി സഭയുടെ സഭയെ പ്രതികരിച്ചുകൊണ്ട് ജോണിച്ചാൻ കൂട്ട് കടന്നവരും അവിടെ ദൈവം സഹായിക്കട്ടെ.
കർത്താവ് സ്തോത്രം. അനുസ്മരണങ്ങൾ പറയാനുള്ള സമയങ്ങൾ മുമ്പേ പറഞ്ഞ സമയം. കാണുന്നതായ ബോഡി എൻ്റെ ഒരു മെമ്മറാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏതാണ്ട് രക്ഷിക്കപ്പെട്ടിട്ട് 34 വർഷമായി. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഈ പ്രിയപ്പെട്ട കർത്താവ് രക്ഷിക്കപ്പെടുവാൻ, ഈ ദേശത്തെ സാക്ഷ്യം നിൽപ്പാൻ കർത്താവിടെ ആക്കിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് കടന്നു വന്നപ്പോൾ തന്നെ പുള്ളിക്ക് സ്വർഗം കിട്ടിയ മാതിരിയായിപ്പോയി. അതുപോലുള്ള സ്നേഹവും അതുപോലുള്ള ബഹുമാനങ്ങളും ഈ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസി എനിക്ക് തന്നു. എൻ്റെ തലവട്ടം കണ്ടാൽ ഉടനെ എൻ്റെ മോനെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട്. എന്നാൽ പ്രായം നോക്കുമ്പോൾ ഞങ്ങൾ തുല്യ പ്രായക്കാരുമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം അത്ഭുതകരമായി അതിശയകരമായി ഞങ്ങളെ കർത്താവ് പരിപാലിച്ചു. കർത്താവ് ഞങ്ങളിൽ നിന്ന് വേർപെട്ടുവെങ്കിലും അനുഭവ ഗുണങ്ങൾ ദേശത്തിന്, സഭയ്ക്ക്, മറ്റുള്ളവരുടെ മുമ്പാകെ പറയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കിക്കൊണ്ടേയിരിക്കും. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെന്നുള്ളത് ഇത്തരത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരിയെ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ പ്രത്യേകം എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്കും ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിലനിൽപ്പാൻ, ജീവിതത്തെ കണ്ടുകൊണ്ട് നിലനിൽപ്പാൻ കർത്താവിടെയാക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം. 1998 മുതലാണ് ഈ ഭവനമായി ബന്ധപ്പെടുവാനായിടയായത്. അന്ന് ഞാൻ ഈ സഭയുടെ ചാർജ് എടുത്ത് ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടോട് ചേർന്ന് ഈ പ്രദേശത്ത് ജനത്തോട് ചേർന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് നൽകി. അന്ന് മുതൽ ഈ വാത്സല്യ മാതാവിനെ പരിചയപ്പെടുവാനും ഞങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഞങ്ങൾ ദേവമാതാവിനെ സ്നേഹിക്കുകയും ചെയ്യുവാനായിടയായി. ഏത് ചെറിയ വിഷയമുണ്ടായാലും ഞങ്ങളോട് വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അവരുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആ കാലങ്ങളിൽ ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ചില മാസങ്ങൾക്ക് മുമ്പ് പ്രിയമാതാവ് സുഖമില്ലാതെ എരുമയിലുള്ളതായ സ്വകാര്യ ആശുപത്രിയിലായ സമയത്ത് ഞാൻ കടന്നു പോകുവാൻ പ്രിയമാതാവിനെ കണ്ട സമയത്ത് ശരീരത്തിൽ ബലഹീന അവസ്ഥയിലാണ് തന്നെയും ആ പഴയ സന്തോഷം പുതുക്കി ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ മറവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. ഏത് മനുഷ്യൻ ഈ ലോകത്തിൽ കടന്നു വന്നാലും ഈ ലോകം വിട്ട് കടന്നുപോയ മതിയാകുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. ഒരിക്കൽ അമേരിക്കയിലുള്ളതായ ഒരു ധനാഢ്യനായ വ്യക്തി ഒരു വലിയ ഡോക്ടറെ കണ്ട് ഇപ്രകാരം പ്രസ്താവിച്ചു, അല്ലയോ ഡോക്ടറെ, എത്രമാത്രം പണം വേണേലും ഞാൻ തരാം, എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് മരിക്കാതെ ലോകത്തിൽ ജീവിക്കണം. അദ്ദേഹം പറഞ്ഞു, ആ വലിയ ഡോക്ടർ പറഞ്ഞു, സാരമില്ല, ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ലോകത്തിൽ ജനിക്കാതിരുന്നാൽ മരിക്കാതിരിക്കാനാണ് സാധിക്കും. ഈ ലോകത്തിൽ ജനിക്കുന്ന വ്യക്തികൾ ഈ ലോകം വിട്ട് കടന്നു പോവുകയും നിയമമാണ്. അതുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെതായ പ്രത്യാശയ്ക്ക് അവിടെ പ്രത്യാശയാകില്ല. അടുത്ത വാക്യമാണ് എല്ലാ ദൈവത്തിന്റെ മക്കളെയും പ്രത്യാശയിലേക്ക് നയിക്കുന്നത്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുമ്പോൾ പ്രിയ വാത്സല്യ മാതാവിനെയും അഹിംബങ്ങളുടെ പ്രതീക്ഷയിൽ നമുക്ക് ഒരുമിച്ച് കാണാം എന്നുള്ള വലിയ പ്രത്യാശ നമ്മെ ഈ പകൽക്കാലം ഭരിപ്പാനായിട്ടിടയാകട്ടെ. പ്രിയ ദേവിച്ചനും കുടുംബവും പ്രിയ ലില്ലിക്കുട്ടി സിസ്റ്ററൊക്കെ ഈ വാത്സല്യ മാതാവിനെ നന്നായി സൂക്ഷിക്കുന്ന കാണുവാൻ
അവരുടേതായ ബന്ധപ്പാടിന്റെ നടുവിലും പ്രിയമാതാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. കർത്താവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ. പ്രിയ ലീലക്കുട്ടി സഹോദരിയും കുടുംബം, അതുപോലെ തന്നെ പ്രിയ ബേബിച്ചൻ കുടുംബം, പ്രിയ റോസമ്മ സിസ്റ്റർ കുടുംബം, പ്രിയ ജെയിംസ് കുടുംബത്തെയൊക്കെ ഓർത്ത് ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും ദൈവ സമാധാനത്താൽ തന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട പിതാവ്, മക്കൾ, ദേശനിവാസികൾ, പ്രിയപ്പെട്ടവരുമേ, യേശുക്രിസ്തുവിലുള്ളതായ വലിയ സമാധാനം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഞങ്ങളുടെ പിതാവിന് ഒരാള് വർഷങ്ങൾക്ക് മുൻപ് ഈ ദേശത്ത് വന്ന് പാർത്തു. ആ പിതാവിന്റെ മൂത്ത മകളാണ് ഇത്. ഒരു പിതാവിന്റെ മകനാണ് ഞാൻ. അപ്രകാരം ജനനത്തിൽ തന്നെ ഈ കുടുംബവുമായി വളരെയധികം ബന്ധപ്പെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പൂർവപിതാക്കന്മാരുടെ വഴികൾ ജീവിതത്തിൽ ഓർക്കുന്നത് എന്നും നല്ലത് തന്നെ. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് വന്ന് താമസിക്കുകയും ഈ പ്രദേശങ്ങളിലെ യാത്രാ സൗകര്യങ്ങൾ ഏറ്റവും കുറവായിരുന്നതായ കാലഘട്ടത്തിൽ മലകൾ കയറി ഇറങ്ങി ദേശത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും പ്രവർത്തിച്ചതായ ഒരു പ്രിയപ്പെട്ട മാതാവാണ് ഈ പ്രിയപ്പെട്ട മാതാവ്. നാഥൻ നടത്തിയതായ വഴികൾ ജീവിതത്തിൽ ഒരിക്കലും മറന്നിട്ടില്ല. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് വേണ്ടി വളരെയധികം പ്രയാസങ്ങള്, അധ്വാനങ്ങള് പ്രിയപ്പെട്ട മാതാവ് സഹിച്ചു. എന്നാൽ തന്റെ ജീവിതത്തിന് ഒരു വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു. എന്ത്? എന്റെ പ്രിയപ്പെട്ട മക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. പ്രിയപ്പെട്ട പിതാക്കന്മാര് മാതാക്കൾ കാണിച്ചതായ സ്വർഗീയ വഴി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. രോഗാവസ്ഥയിലായിരുന്നപ്പോഴും പ്രത്യാശയുടെ വലിയ കിരണങ്ങൾ ഓരോ ദിവസവും ഈ പ്രിയപ്പെട്ട മാതാവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ ഓരോരുത്തരും ഭവനത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങിങ്ങായി കാണുമ്പോൾ അന്യോന്യമുള്ളതായ സ്നേഹബന്ധങ്ങൾ പുനഃപ്രതിഷ്ഠിക്കുവാനും യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ദൃഢീകരിക്കുവാനുമായി ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മാതാവിലൂടെ ഞങ്ങൾക്ക് ദേശത്തിന്, കുടുംബത്തിന് ലഭിച്ചതായ വലിയ മാതൃകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു മനുഷ്യന്റെ ജനനത്തിൽ നാം എല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ മരണത്തിൽ നാം എല്ലാവരും ദുഃഖിക്കുന്നു. എന്നാൽ ഒരാൾ സന്തോഷിക്കുന്നു. ഇന്ന് ഈ പ്രിയപ്പെട്ട മാതാവ് വളരെയധികം സന്തോഷിക്കും. കാരണം തന്റെ ജീവിതത്തിൽ താൻ ഉന്നം വെച്ചതായ, താൻ പ്രതീക്ഷ വെച്ചതായ, പ്രത്യാശ വെച്ചതായ പിതാവിന്റെ സന്നിധിയിൽ താൻ എത്തിയിരിക്കുന്നു. ദുഃഖം നിറഞ്ഞതായി ലോകത്തിൽ നിന്ന്, വേദന നിറഞ്ഞതായി ലോകത്തിൽ നിന്ന് ഇതാ ഞാൻ പോകുന്നു എന്നിട്ട് മാതാവ് വളരെ നിശബ്ദമായി നമ്മോടെ ഓർപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചാൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ജീവിച്ചാൽ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടും. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം ഉണ്ടാക്കിയാലും ക്രിസ്തുവിൽ ജീവിക്കുന്ന പദവി നിങ്ങളെ ഉപദേശിക്കുന്നു എന്ന് വളരെ നിശബ്ദമായി ഈ പ്രിയപ്പെട്ട മാതാവ് നമ്മോട് അറിയിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ ജനങ്ങളുമേ, നമുക്ക് ദുഃഖമുണ്ട്, എന്നാൽ നമുക്കൊരു വലിയ പ്രത്യാശ. ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ വിട്ടുപിരിഞ്ഞതായ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ക്രിസ്തുവിൽ മരിച്ച പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾക്ക് കാണാമെന്നുള്ള വലിയ പ്രത്യാശ. അപ്രകാരം ഈ പ്രിയപ്പെട്ട മാതാവിനെ ഈ ലോകത്തിൽ വെച്ച് ഇപ്പോൾ യാത്ര അയക്കുന്നു. ഇനി ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ കാണും. ആ വലിയ പ്രത്യാശ കൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. പ്രത്യേകിച്ച് ഭാര്യയുടെ വേർപാടിൽ വിഷമിച്ചിരിക്കുന്ന ഭർത്താവ്, മാതാവിന്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങള്, സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവിക സമാധാനം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുഴിക്കാല മുക്കൂട്ടിൽ കുടുംബാംഗങ്ങളുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ദുഃഖവും അനുശോചനവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
വാത്സല്യ മാതാവ് ഞങ്ങളുടെ തോന്നിയാമല സഭയിലെ ആദ്യകാല വിശ്വാസ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്ന് വേണം പറയാൻ. അതിൻ്റെ അവസാന കണ്ണികളിൽ ഒരാളാണ് ഈ പ്രിയ മാതാവ്. ആദ്യകാലങ്ങളിൽ വളരെ കഷ്ടം സഹിച്ച് ഞങ്ങളുടെ ഈ ദേശത്ത് വന്ന ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ദേശത്ത് വലിയൊരു കൂട്ടത്തെ ദൈവത്തിന് വേണ്ടി നേടുവാൻ ദൈവം ഒരുക്കിയതോർത്തും ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു ഭാഗം നോക്കുമ്പോൾ തോന്നിയാമലയുള്ള ചർച്ചിന്, വീട്ടുകാർക്ക്, കുടുംബാംഗങ്ങൾക്കൊക്കെ ഒരു ഭാഗത്ത് ദുഃഖമാണെങ്കിലും തിരുവചനം ഓർപ്പിക്കുന്നത് പ്രത്യാശയുള്ള ഒരു ദൈവ വൈതലന ദുഃഖിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവിടെ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. ശുശ്രൂഷിക്കുന്ന മാത്തൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെയും നാമത്തിലുള്ള എല്ലാ അനുശോചനവും അറിയിച്ചു. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഭവനത്തോടെ ഞാൻ പറയുമ്പോൾ കഴിഞ്ഞുപോയ 36 വർഷത്തിന് മുൻപ് ഞാൻ ഈ തോന്നിയാമലേക്ക് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കൂട്ടം മാതാപിതാക്കൾ, സഹോദര സഹോദരന്മാർ എന്നെ സ്നേഹിക്കുകയും എന്നെ കണ്ടപ്പോൾ എന്നോട് സ്നേഹമായിട്ട് കരുതുകയും വിചാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി. അതിലുള്ള ഒരു മാതാവാണ് നമ്മളെ വിട്ട് കഴിഞ്ഞപ്പോൾ ചൊവ്വാഴ്ച കടന്നു പോയത്. ചില മാതാക്കൾ ഇതിനു മുൻപ് കടന്നു പോയിട്ടുണ്ട്. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഉന്നതി, കാരണം ഒരു ജ്യേഷ്ഠ സഹോദരന് സംഭവിക്കുന്നതായ ഉന്നതി, ഉയർച്ച, അനുഗ്രഹങ്ങളൊക്കെ കണ്ട് പലപ്പോഴും ഇവിടത്തെ പുത്രനായിരിക്കുന്ന ബേബിച്ചൻ സന്തോഷിക്കുന്ന കണ്ട് എൻ്റെ മനസ്സ് വളരെയധികം സന്തോഷിക്കുന്നു. ഈ തോന്നിയാമലയുള്ള എല്ലാ കുടുംബങ്ങളും എനിക്ക് പറയുവാനുള്ളത്, എന്നെ കണ്ടപ്പോൾ ഇവർ കാണിച്ചതായ സ്നേഹം കണ്ടാണ് എൻ്റെ ഭർത്താവിനെ ഇവർ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് കരുതുന്നു എന്ന് സുവിശേഷ വേലയിലുള്ള ഉയർച്ച കണ്ട് അവർ സന്തോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഈ പ്രിയ ഭവനത്തെയും കൊച്ചമസുഖമില്ലാതിരുന്നപ്പോൾ ഹോസ്പിറ്റലിലും ഈ ഭവനത്തിലും ഒക്കെ വന്ന് കാണുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഇന്ന് രാവിലെയും കർത്താവിൻ്റെ ദാസനായിരിക്കുന്നിടത്തുനിന്ന് വിളിച്ചിട്ട് ഞാൻ കടന്നു പോകണം, ഇവിടെ ആയിരിക്കാൻ കഴിയാത്തതിലുള്ള ദുഃഖം പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ കുടുംബത്തിന്റെ ദുഃഖം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. പുത്തൻ പുലരിയിൽ നമ്മുടെ പ്രിയ മാതാവ് ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിൽ എന്നും നിത്യതയിൽ നമുക്കായിരിക്കാം. ആ പ്രത്യാശയിൽ, ആ സന്തോഷത്തിൽ തുറന്നുള്ള ജീവിതം നമുക്ക് നയിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹജനായി സഹായിക്കട്ടെ. ഈ ഭവനത്തിലെ പ്രിയപ്പെട്ട മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും അവരുടെ ഉള്ളങ്ങളിൽ കർത്താവ് ബലം നൽകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാരംഭമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മാനുഷികമായി മാതാവ് എന്ന് ആ മാതാവിനെ പറ്റി പറയുവാനിടയായി. ഈ പ്രദേശത്ത് ദൈവത്തിൻ്റെ ഒരു വേല ആരംഭിച്ച സമയം മുതൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി കഷ്ടപ്പെടുവാനും അനേകർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടിവിൽ നിൽക്കുവാനും ഈ മാതാവിനെ ദൈവം ഉപയോഗിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ മാതാവിൻ്റെ പ്രിയ മക്കളിൽ പലരും സുവിശേഷ വേലയോടും അതുപോലെ മറ്റ് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം എനിക്ക് കുടുംബമായിട്ടിവിടെ കടന്നു വരുവാൻ ഇടയായി. ചില നാളുകൾ ശാരീരികമായി വളരെ ക്ലേശം അനുഭവിച്ച് ആയിരുന്നുവെന്നും അറിയുവാനിടയായല്ലോ. എന്നാൽ തൻ്റെ ശാരീരിക ക്ലേശത്തിലും വളരെ പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് ആ പ്രത്യാശ ഉണ്ടായത്? തിരുവചനത്തിലെ ഒരു വാക്യം പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണല്ലോ ഓർമ്മപ്പെടുത്തുന്നത്: അവൻ എൻ്റെ ഉപനിധിയാണ്. സ്തോത്രം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ആദ്യ ജീവിതത്തെ നല്ല അത് കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ചവെച്ച ആ നല്ല ജീവിത മാതൃകയെ നമുക്കും പിന്തുടരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്യം ഇങ്ങനെ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നല്ലോ: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം ഒരുമിച്ച് അവരോടുകൂടെ ആയിരിക്കും എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. അതെ, കർത്താവിന്റെ വരവിൽ ഈ പ്രിയ മാതാവിനോട് ഒരുമിച്ച്
ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ മാതാവിന്റെ ദുഃഖത്തിൽ ഞാനും എൻ്റെ കുടുംബവും അതുപോലെ എലന്തൂർ സഭയും പത്തനംതിട്ട സെക്ഷനും ഉള്ളതായ എല്ലാ ദുഃഖവും അതെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ശാരീരിക സൗഖ്യമില്ലാതിരുന്നപ്പോൾ ആമയ കടന്നു വന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാനും കർത്താവ് ഇവിടെയാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ശാരീരിക വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ശനിയാഴ്ച ശാരീരിക വളരെ പ്രയാസത്തിലാണെന്ന് അറിഞ്ഞു. ആ സമയത്ത് കടന്നു വന്നു. പ്രിയ മാതാവുമായി അല്പനിമിഷം സംസാരിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. മാതാവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് പ്രിയ മാതാവ് ഓർപ്പിച്ച ഒരു കാര്യം എന്നോട് പറഞ്ഞ പാസ്റ്റർ, ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്, ഇതിലേക്ക് കടന്നു പോവുകയാണ്. കർത്താവ് സ്തോത്രം. എനിക്ക് കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത് ഏറെ അഭികാമ്യമായിരിക്കുന്നു എന്ന് പ്രിയ മാതാവ് ഓർപ്പിക്കവിടെയായി തീർന്നു. ആമേ, ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ആമേ സ്വർഗത്തെ കുറിച്ചും കർത്താവിനെ കുറിച്ചും നിത്യതയെ കുറിച്ചും ഒക്കെ അല്പസമയം ആമേ സംസാരിച്ചു. വളരെ ശ്രദ്ധയോടുകൂടെ പ്രിയ മാതാവ് കേൾക്കവിടെയായി തീർന്നു. വളരെ പ്രത്യാശയോടുകൂടെ ആമേ അതിനുശേഷമായിട്ട് പിന്നീട് അധികം സമയം സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അറിയുവാൻ കഴിഞ്ഞു. ആമേൻ. ഇളയ മകൻ സഹോദരൻ ജെയിംസിനോടും സംസാരിച്ചപ്പോൾ നീ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്ന് അവസാനമായി പറയടയത്തിരുന്ന് അറിയുവാൻ കഴിഞ്ഞു. ചെയ്യുന്നു. പ്രത്യേകാൽ ഈ പകൽക്കാലം ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന പ്രിയ കുടുംബത്തെ, പ്രത്യേക പ്രിയ പിതാവിനെയും അതേ സഹോദരന്മാരെയും സഹോദരികളെയും ആമേ മറ്റു പ്രിയപ്പെട്ടവരെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ആമേ, പ്രത്യേകാൽ എന്റെ കുടുംബത്തിനെ അനുസ്മരണം ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ആമേ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ കർത്താവിനെ സാറിനെ പ്രത്യേകാൽ ആമേ ക്ഷണിക്കുന്നു. ലോകത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന മനസ്സിലെ പിതാവ്, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, സഭാജനങ്ങൾ, ബന്ധുമിത്രാദികൾ, ദേശവാസികൾ, നിങ്ങളുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ഇവിടെ ആയിരിക്കും ദൈവദാസന്മാരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനവുമായി വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എനിക്ക് പരിചയപ്പെടുവാൻ സ്നേഹബന്ധത്തിലെത്തുവാൻ കഴിഞ്ഞത്. തോന്നിയാമല അസംബ്ലി സഭയുടെ ഒരു ഇടക്കാല കാലഘട്ടത്തിൽ 4 മാസം ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്ന സമയം ഇവിടെയുള്ള എല്ലാ ദൈവജനത്തെയും കാണുവാൻ, അവരുടെ സ്നേഹ സന്തോഷങ്ങളൊക്കെ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ബേബിച്ചാനുമായി വളരെ അടുത്ത ബന്ധം ഉണ്ടാകുവാൻ ആ ദിവസങ്ങൾ സാധ്യമായി എന്നത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. വാത്സല്യ മാതാവ് കിടക്കലായിരുന്നപ്പോഴും എനിക്ക് കുടുംബമായി വരുവാനും കുറേ സമയം ഈ മുറ്റത്തിരുന്ന് സംസാരിക്കാൻ കഴിഞ്ഞത് ഞാൻ വളരെ ആവേശത്തോടെ ഇവിടെ ഓർക്കുകയായിരുന്നു. വളരെ പ്രതീക്ഷയുള്ള, പ്രത്യാശയുള്ള ഒരു മാതാവ്. വിശ്വാസികളുടെ കൂട്ടം തന്നെ അങ്ങനെയാണല്ലോ. വിശ്വാസത്താൽ പാപത്തെയും പ്രതീക്ഷയാൽ ലോകത്തെയും പ്രത്യാശയാൽ മരണത്തെയും ജയിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങൾ. സന്തോഷമുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. വിശ്വാസത്താൽ പാപത്തെയും പ്രതീക്ഷയാൽ ലോകത്തെയും പ്രത്യാശയാൽ മരണത്തെയും ജയിക്കാൻ ഭാഗ്യം ലഭിച്ച ഞാനും നിങ്ങളും ഒരുപോലെ വിളിച്ചു പറയും. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതുപോലെ, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷയമുള്ളവിടെ. കാരണം മരണത്തിന് അപ്പുറം എനിക്ക് നിങ്ങൾക്ക് ഒരു ജീവിതമുണ്ടെന്നുള്ള വലിയ പ്രതീക്ഷ, പ്രത്യാശ ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിശ്ചയമായും മരണം നടന്ന അന്ന് തന്നെ പ്രിയ ബേബിച്ചാൻ വീട്ടിൽ വിളിച്ച് അറിയിച്ചു. അന്ന് മുതൽ ദുഃഖത്തിലിരിക്കുന്ന പ്രിയമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയായി ഇന്ന് പകൽ ഇവിടെ കടന്നു വരുവാൻ കർത്താവ് അവസരം നൽകിയല്ലോ. വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇരിക്കണമെന്നോ. എനിക്ക് പിന്നാലെ ഡോക്ടർ ബാബു ജോർജ് അവരുകളുണ്ട്. തുടർന്ന് ശുശ്രൂഷകൾ നടക്കേണ്ടതായിട്ടുണ്ട്. നിശ്ചയമായും ആ സമയം നമ്മൾ വളരെ കാര്യമായി ഓർക്കണമല്ലോ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിരവധി അനവധി ഇടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന മരണത്തെ വളരെ കാര്യമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ദാവീദ് മഹാരാജാവ് മരണത്തോട് ആസന്നമായിരിക്കുന്ന സമയത്ത് തന്റെ മകനായ ശലോമോനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ സകല ഭൂവാസികളുടെ വഴിയായി കടന്നു പോകുന്നു, നീ ധൈര്യമുള്ളവനായിരിക്കുക. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു വേദവാക്യമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. അവിടെ ദാവീദ് രാജാവിന്റെ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ആകത്തുക അരച്ചെടുത്ത് ഞാനിവിടെ പറയുകയാണ്, ഞാൻ സകല ഭൂവാസികളുടെ വഴിയായി കടന്നു പോകുന്നു എന്ന് പകൽ ഓർക്കൂ. ജനിച്ച മുഴുവൻ ആൾക്കാരും കടന്നു പോകേണ്ട ഒരു പാത നമ്മുടെ മുൻപിലുണ്ട്. വാത്സല്യ മാതാവിന്റെ ദേഹവിയോഗം ഇന്ന് പകൽ വിളിച്ചു പറയുന്ന ആ യാഥാർത്ഥ്യം ഞാനും നിങ്ങളെ തിരിച്ചറിയുന്നവരാകിയാൽ ഞാൻ ഒരു പ്രാവശ്യം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയും അനുശോചനകൾ അറിയിക്കുകയും ചെയ്യും. ഇവിടെ ഞാൻ എടുത്തു പറയാം,
കർത്താവ് 100 വർഷം താമസിച്ചാൽ, ലോകം അവസാനിക്കുവാൻ ഒരു 100 വർഷം താമസിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ഒറ്റ കുഞ്ഞു പോലും ഇല്ലാതെ സകലരും പോകേണ്ട ഒരു പാതയുണ്ട്. അത് ഈ പാതയാണ്. അത് തിരിച്ചറിഞ്ഞ ദൈവജനം പറയുന്നു, മരണത്തിനപ്പുറം ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, മരണത്തിനപ്പുറം ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ നാഥൻ ജയിച്ചവിടെയുണ്ട്. ഞങ്ങൾ അവിടേക്കാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസിന്റെ ഭാഷ വേദപുസ്തകത്തിൽ പറയുന്നു, എന്റെ നിര്യാണം അടുത്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കിന് ചില പ്രത്യേകതയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ശ്രദ്ധിക്കൂ. നിര്യാണം എന്ന വാക്കിന് അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ആഴമേറിയ അർത്ഥം, അനാലുസോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു ദൈവവേദന ആവേശത്തോട് പറയാനായിട്ട് കഴിയും, ഇതാണോ മരണം? സാരമില്ല. മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ദൈവമായിട്ട് അടുത്ത ബന്ധമുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. ആ ഒരു അനുഭവം അപ്പോസ്തലൻ പൗലോസോട് വിളിച്ചു പറയുന്നു, അനാനുസോ. അതിന്റെ അർത്ഥം ഇതാണ്, ക്രയവിക്രയങ്ങൾക്ക് ഒരു നങ്കൂരം ഇട്ടിരിക്കുന്ന കപ്പൽ, ആ നങ്കൂരം കഴിഞ്ഞിട്ട് അതിന്റെ അവസാന അഭിക്കാരം എടുത്ത് അടുത്ത നങ്കൂരത്തേക്ക്, അടുത്ത തുറമുഖത്തേക്ക് യാത്ര ചെയ്യുന്നതാണ് മരണം എന്ന് പറയുന്ന ആ പദത്തിന് അപ്പോസ്തലൻ പൗലോസ് നൽകുന്ന അർത്ഥം. അങ്ങനെയൊക്കെ നോക്കൂ, കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് 70 വർഷമായി ഈ ഭൂപരപ്പിൽ നങ്കൂരം വിട്ട് ക്രയവിക്രയങ്ങൾ നടത്തി ജീവിതം നയിച്ച് അനുഗ്രഹിക്കുന്ന തലമുറകളെ കണ്ട് ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ച് അനേകരോട് യേശുവിനെ പിന്നെ പറയാനുള്ള ഭാഗ്യം ലഭിച്ച അവസാന സമയമായപ്പോൾ ഇവിടേക്ക് പോരുക എന്ന് പറഞ്ഞപ്പോൾ ധൈര്യത്തോട് അവിടേക്ക് കടന്നു ചെല്ലുവാൻ ഭാഗ്യം ലഭിച്ച മാതാവിന്റെ മൃതശരീരം വിളിച്ചുകൊണ്ടൊരു കാര്യമുണ്ട്. ഞാനും നിങ്ങൾ പോകേണ്ട ഒരു പാതയുണ്ട്. അത് മറ്റൊന്നുമല്ല, അപ്പുറത്ത് നമുക്കൊരു തുറമുഖമുണ്ട്. ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ വന്ന് പങ്കെടുക്കുമ്പോൾ ഓർത്തുകൊണ്ടോ, ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ ഒന്നും അതിനുവേണ്ടി ഉള്ളതല്ല, ഞാൻ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, അനാലുസോ, ഒരു നങ്കൂരമെടുത്ത കപ്പൽ അടുത്ത തുറമുഖത്തേക്ക്, ഒരു ശുഭ തുറമുഖത്തേക്കുള്ള മനുഷ്യന്റെ യാത്രയുമായിട്ട് അത് തട്ടിക്കുവാനായിട്ട് കഴിയും. മറ്റൊരർത്ഥം കൂടെ അവിടെ ഉണ്ട്. അവിടെ പറയുന്നു, ഒരു കൂട്ടിൽ അടച്ചിരിക്കുന്ന ഒരു കിളിയെ ആ കൂട് തുറന്നു വിടുമ്പോൾ ആ കിളി ആകാശത്തിന്റെ വികാസത്തിലേക്ക് പറന്നുയർന്ന ഒരു ഭയങ്കര അനുഭവമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഈ മനുഷ്യ ശരീരത്തിന് അകത്ത് അടച്ചിട്ടിരിക്കുന്ന ആത്മാവ് കഴിഞ്ഞ 60-70 വർഷമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ആ ശരീരം തുറന്ന, ആ കൂട് തുറന്ന പോരുക എന്ന് പറഞ്ഞപ്പോൾ ആ കൂടിന് പുറത്തേക്ക് വരാനുള്ള പദവി ലഭിച്ച ആ ആത്മാവ് ആദ്യത്തെ ഇമ്പങ്ങളുടെ പർദീസിലേക്ക് കടന്നു ചെല്ലുന്ന മഹനീയമായ അനുഭവമാണ് മരണമെന്ന് പറയുന്നത്. അത് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കേണ്ട. നിശ്ചയമായും മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പ്രതീക്ഷയോടെ തന്നെ ഏറ്റെടുക്കുവാൻ സന്തോഷത്തോടെ ഇതാണ് മരണമെന്ന് പറഞ്ഞ് അവിടേക്ക് കടക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ അത് വിശ്വാസത്തെ പാപത്തെ അതിജീവിച്ചവർ മാത്രമാണ്. എനിക്ക് പറയാൻ പറ്റില്ല, ഇതോടൊന്നിച്ച് എനിക്ക് ഇങ്ങനെ ഞാനായിരിക്കുന്നത് ഈ ശരീരവുമായിട്ട് പോകാൻ പറ്റില്ല, ഇതിവിടെ കളഞ്ഞിട്ട് എനിക്കിവിടെ പോകാൻ പറ്റുള്ളൂ, ഇത് മണ്ണിൽ നിർത്താണ്, ഇത് ഇവിടേക്ക് പോകും. എന്നാൽ അതിനപ്പുറം ഈ ലോകത്തേക്കാൾ വിലയേറിയ ഒരു ആത്മാവിന്റെ ഉള്ളിലുണ്ട്, അത് അവിടെ എത്തുമെന്ന് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം ഒത്തിരി ഇടത്ത് വളരെ കാര്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കാൻ എന്ത് പ്രയോജനം? ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ, ഒരു കുഞ്ഞിന്, ഒരു ബാലന് ഒരു തത്തയെ കിട്ടി. അവൻ അതിനെ വളർത്താനുള്ള ഭയങ്കര ആവേശ, സന്തോഷ, പരവേശം. കാരണമുണ്ട്, ഈ തത്തയെ വളർത്തണം, കുട്ടിയല്ലേ, അവന് വളരെ സന്തോഷമാണ്. അവൻ ആ തത്തയെ രാവിലെ കിട്ടിയപ്പോൾ ഒരു കൊട്ടയുടെ കീഴിലേക്ക് ഇട്ടിട്ട് വേഗത്തിൽ കൂടുണ്ടാക്കുന്ന തത്രപ്പാടിൽ കമ്പിയും കഷ്ണങ്ങളൊക്കെ പറക്കി കൂടുണ്ടാക്കാൻ ബന്ധപ്പെടുകയാണ്. അവന് ബന്ധപ്പെട്ട് വളരെ ശീഘ്രമായ രീതിയിൽ അത് ചെയ്ത് 4 മണി ആയപ്പോഴേക്കാണ് ഒരു കൂടുണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞത്. കൂടുണ്ടാക്കി ഓടി വന്ന് തത്തയെ പിടിച്ച് കൂട്ടിലിടാൻ നോക്കുകയാണ്. കൊട്ട തുറന്ന് നോക്കിയപ്പോൾ തത്ത ചത്തു കിടക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ മണിക്കൂറുകൾ മുഴുവൻ ഇവൻ ചിന്തിച്ചത് ഈ തത്തയിടാനുള്ള കൂടിന് വേണ്ടി ഉള്ളതാണ്. തത്തയുടെ ജീവന് വേണ്ടി ഇവൻ ഓർത്തതയില്ല. തത്തയ്ക്ക് കൊടുക്കേണ്ട ഒരു കാര്യം കൊടുക്കാനായിട്ട് ഇവന് കഴിഞ്ഞില്ല. ഇന്ന് മകനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വളരെ സ്നേഹബുദ്ധിയ നിങ്ങളുടെ സഹോദരങ്ങളിൽ ഞാൻ പറയട്ടെ, വെട്ടോട്ടും കുറിയോട്ടവും ഒക്കെ നല്ലതാണ്. പക്ഷേ ആത്മാവിന് വേണ്ടി കരുതാത്ത ഓട്ടം എങ്ങും എത്തില്ല. ആ ഓട്ടം പരാജയത്തിന്റെ ഓട്ടമായിരിക്കും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഭാഷ ഇന്ന് ദൈവദാസന്മാരോട് പറഞ്ഞല്ലോ, ഞാൻ നല്ലപോലെ പോയത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്നുള്ള പദം പറയണമെങ്കിൽ, ആ വാക്യശൈലം പറയണമെങ്കിൽ, അതിന് അറിയാനാകണമെങ്കിൽ ഒന്നുകൊണ്ട് മാത്രമേ കഴിയുള്ളൂ, രക്ഷകനായ യേശുവുമായുള്ള അഭേദ്യമായ ബന്ധം. ഈ വാത്സല്യഭവനത്തിലെ വാത്സല്യ മാതാവിന് വർഷങ്ങൾക്ക് അപ്പുറം കൊടുത്ത ആ പദവി എത്ര ഭയങ്കരമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിശ്ചയമായി ഇവിടെയിരിക്കുന്ന പ്രിയമുള്ള മുഖങ്ങൾ കാണുമ്പോൾ ആ പ്രതീക്ഷ എനിക്ക് കാണാനായിട്ട് കഴിയും. ഈ ഭവനത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് ഞങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ ഈ ഭവനത്ത് വരാൻ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ വാത്സല്യ മാതാവ് ദുഃഖത്തിൽ ശാരീരികമായ പ്രയാസമായിരിക്കും. ആവേശമാണ്. യേശുവിനെ ഉയർപ്പിക്കില്ല എന്ന് പറഞ്ഞ് യേശുവിന്റെ കല്ലറയ്ക്ക് ചുറ്റും അതിമഹത്തരമായ തന്ത്രപരമായ ആവിഷ്കരണങ്ങൾ നിർമ്മിച്ച് ആ റോമൻ പട്ടാളത്തെ അണിനിരത്തിയ റോമ ഗവൺമെന്റിന്റെ
ജീവിച്ച യേശു ജയിച്ചവനാണ്. റോമാ ഗവൺമെന്റിന്റെയോ അന്നത്തെ പൈശാചിക ചിന്തകളുടെയോ അന്നത്തെ ആ പുരോഹിത മേധാവിത്വത്തിന്റെയോ ഒന്നും തീയമ്പുകൾക്ക് ഒരു തന്ത്രങ്ങൾക്കോ ആ വശംവദനാകാതെ മരണത്തെ ജയിച്ച യേശു ഇന്ന് പകൽ നമ്മൾ പറയുന്നു മരണം ഒരു അവസാനമല്ല, മരണം ഒരു ആരംഭമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയട്ടെ, എന്റെ ഏറ്റവും ലൈഫ്, എന്റെ നിത്യജീവൻ ഞാൻ എവിടെയായിരിക്കും കഴിക്കുന്നത്? മറ്റാരോട് ചോദിക്കണ്ട, അവരവർ ചോദിക്കൂ, അവരവർ മറുപടി പറയൂ. എന്റെ നിത്യജീവൻ ഞാൻ എവിടെയായിരിക്കും കഴിക്കുന്നത്? നമ്മുടെ നിത്യജീവൻ കഴിക്കുവാൻ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അതായത് നിത്യജീവനിലേക്ക് നമ്മെ നടത്തുന്ന, നയിക്കുന്ന യേശുവുമായിട്ടുള്ള ബന്ധം മാത്രമേ നമുക്കതിന് പര്യാപ്തമാകുള്ളൂ.